കോഴിക്കോടിന്റെ മലയോര മേഖലയിൽ കനത്ത മഴ തുടരുകയാണ്. ഉരുൾപൊട്ടൽ ഉണ്ടായ വിലങ്ങാടും ശക്തമായ മഴയാണുള്ളത്. വിലങ്ങാട് പുഴയിൽ നീരൊഴുക്ക് വർദ്ധിച്ചു. മഞ്ഞച്ചേളിയിൽ താൽക്കാലികമായി നിർമ്മിച്ച പാലത്തിന് മുകളിൽ വെള്ളം കയറി. കൂടുതൽ വിവരങ്ങളുമായി ലിനറ്റ് വർഗീസ് ചേരുന്നു. ലിനറ്റ്, ശക്തമായ മഴ തുടരുകയാണോ? ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യം മലയോര മേഖലകളിൽ ഉണ്ടോ? എന്താണ് ജില്ലയിൽ പൊതുവെ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പുകൾ, നിർദ്ദേശങ്ങൾ? ലക്ഷ്മി, നിലവിൽ കോഴിക്കോട് റെഡ് അലേർട്ട് നിലനിൽക്കുന്ന സാഹചര്യമാണ്. രാവിലെ തൊട്ട് കഴിഞ്ഞ മണിക്കൂറുകൾ വരെ ശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ ശക്തമായ മഴയും കാറ്റുമുണ്ട്. പ്രത്യേകിച്ച് ഉരുൾപൊട്ടലുണ്ടായ കോഴിക്കോട് വിലങ്ങാട് ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. വിലങ്ങാട് പുഴയിൽ നീരൊഴുക്ക് വർദ്ധിക്കുന്നു. അതോടൊപ്പം എടുത്തു പറയേണ്ട കാര്യം, ഈ ഉരുൾപൊട്ടലുണ്ടായ മഞ്ഞച്ചീളി ഭാഗത്തെ നാട്ടുകാർ താൽക്കാലികമായി നിർമ്മിച്ച പാലത്തിന് മുകളിലൂടെ വെള്ളം പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതോടൊപ്പം പാനോം വായാട് ഉന്നതി റോട്ടിൽ വാഹന ഗതാഗതമൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു പുഴയുടെ സംരക്ഷണ ഭിത്തി ഇടിയുന്നതും അതോടൊപ്പം റോഡ് ഇടിയുന്ന സാഹചര്യമൊക്കെ കണക്കിലെടുത്താണ് ഇത്തരത്തിലുള്ള നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. മഴ ശക്തമായി തുടരുകയാണെങ്കിൽ ഈ ഒരു വിലങ്ങാട് സാധാരണ രീതിയിൽ ശക്തമായ മഴ രാത്രിയിലൊക്കെ തന്നെ പെയ്യുന്ന ഒരു സാഹചര്യമാണ്. അത്തരത്തിൽ ശക്തമായ മഴ തുടരുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ട സ്ഥിതിയുണ്ടാകും. അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് വേണ്ട ജാഗ്രതാ നിർദ്ദേശം നാട്ടുകാരെ അറിയിച്ചിട്ടുണ്ട്. രാത്രിയിലുള്ള യാത്രകൾ ഒഴിവാക്കണമെന്നും പ്രത്യേകിച്ച് ഈ പാനോം വായോട് ഉന്നതി റോട്ടിൽ വാഹന ഗതാഗതത്തിനൊക്കെ തന്നെ നിയന്ത്രണം വരുത്തിയിട്ടുണ്ട്. അതോടൊപ്പം മഞ്ഞച്ചീളി കഴിഞ്ഞ തവണ ഈ ഒരു പാലം തകർന്നതിനെ തുടർന്നാണ് പാനോം ഭാഗവും അതോടൊപ്പം വായാട് ഉന്നതിയും ഒക്കെ തന്നെ ഒറ്റപ്പെട്ട സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ആളുകൾ അവിടെ നിന്ന് മാറി താമസിക്കണമെന്ന് കഴിഞ്ഞ ശക്തമായ മഴയ്ക്ക് അവരെ ക്യാമ്പിലോട്ട് മാറ്റിയപ്പോൾ തന്നെ പറഞ്ഞിരുന്നു. പലരും അവിടെ നിന്ന് വാടകയ്ക്ക് വീടുകൾ എടുത്ത് മാറി താമസിച്ചിട്ടുണ്ട്. മറ്റു ചിലർ അവിടെ തന്നെയാണ് കഴിയുന്നത്. അവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ശക്തമായ മഴ രാത്രിയിലൊക്കെ തന്നെ പെയ്യുകയാണെങ്കിൽ അവരെ വേണ്ട സുരക്ഷിത സ്ഥാനത്തേക്ക് ഒക്കെ തന്നെ മാറ്റാനുള്ള ജാഗ്രതാ നിർദ്ദേശം പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നും നൽകിയിട്ടുണ്ട്. ലക്ഷ്മി.